Hello students. So now we can see with another topic, that's ward teaching. So as you all know that for the nursing education and the nursing administration subject, ward teaching ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് അല്ലേ, ഹെഡ് നഴ്സിൻ്റെ റോളിൽ. എപ്പോഴും നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാർഡ് ടീച്ചിങ്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാം different aspects of ward teaching and role of head nurse. What do you mean by ward teaching? The teaching of students that is done in the ward of the hospital in special unit is called as ward teaching or clinical teaching. The meaning മനസ്സിലായി കാണുമല്ലോ. I think it's clear. It's done in the ward of the hospital. വാർഡിൽ ചെയ്യുന്നത് സ്പെഷ്യൽ യൂണിറ്റിൽ, അത് ക്ലിനിക്കൽ ടീച്ചിങ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഐ തിങ്ക് ദ മീനിങ് ഈസ് ക്ലിയർ. നൗ വി ക്യാൻ സീ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാർഡ് ടീച്ചിങ്. വാട്ട് ഡു യു മീൻ ബൈ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ്? എന്തിനു വേണ്ടിയിട്ടാണ്? ടു പാസ് ഓൺ ദ സ്കിൽ ആൻഡ് നോളജ് അക്വയർഡ് ഓവർ ദ ഇയേഴ്സ് ടു ദ സ്റ്റുഡൻസ് ആൻഡ് ഹെൽപ്പ് ദം ടു ബിക്കം ഗുഡ് ബെഡ് സൈഡ് നഴ്സ്. കാരണം ഹെഡ് നഴ്സിന് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടാവും. സോ ഷീ ഓർ ഹീ ക്യാൻ ടീച്ച് ദ സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് pass on the skills and knowledge of the head nurse to the students. Then to encourage the students to add their own contribution to the profession. അപ്പോൾ സ്റ്റുഡൻസിനെ നമുക്കത് പാസ് ഓവർ ചെയ്യാം, their experience, and let them to contribute. Then to allow the students to learn on the ward what she has been taught in the classroom. അപ്പോൾ നമ്മൾ ഒരു കണക്ഷനാണ്, ദ സ്റ്റുഡൻസ് തിയറിറ്റിക്കലി എന്ത് പഠിച്ചോ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് this ward teaching. Then clinical teaching refreshes the mind of the students. അപ്പോൾ ഈ ക്ലിനിക്കൽ ടീച്ചിങ് എപ്പോഴും കുട്ടികൾക്കൊരു പുതിയ ഒരു ഉണർവ് കൊടുക്കും. ദാറ്റ്സ് ദ മീനിങ് ഓഫ് ദാറ്റ്. ദെൻ എസെൻഷ്യൽ ഫോർ ദ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, പ്രൊഫഷണൽ ഗ്രോത്തിന് അത് വളരെ ആവശ്യമാണ്. സോ ദീസ് ഓൾ ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാർഡ് ടീച്ചിങ് ഓർ ക്ലിനിക്കൽ ടീച്ചിങ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. സോ നൗ വി ക്യാൻ സീ ദ പ്രിൻസിപ്പിൾസ് ഓഫ് വാർഡ് ടീച്ചിങ്. You should create an atmosphere where the students can work and learn. അപ്പോൾ നമ്മളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം കുട്ടികൾക്ക് പഠിക്കാനും വർക്ക് ചെയ്യാനുമുള്ള. ദെൻ ഷുഡ് നോ ദ സൈക്കോളജി ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ കുട്ടികളുടെ സൈക്കോളജി എങ്ങനെയാണ്, അവരുടെ ലേണിംഗ് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്കത് പ്രോപ്പറായിട്ടുള്ള ക്ലിനിക്കൽ ടീച്ചിങ് കൊടുക്കാൻ സാധിക്കുള്ളൂ. ദെൻ ഷുഡ് ക്രിയേറ്റ് ഇൻട്രസ്റ്റ് എമംഗ് ദ സ്റ്റുഡൻസ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ടു ദ സ്റ്റുഡൻസ് ആയിരിക്കണം. ദെൻ it should correct the students and appreciate the praise her when she does well. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുട്ടികൾ ചെയ്ത നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. കറക്ഷൻസ് കൊടുക്കുന്നത് എപ്പോഴും അതൊരു ത്രട്ടൻ വേയിലായിരിക്കരുത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്. ദെൻ ഷുഡ് കോറിലേറ്റ് വിത്ത് വാർഡ് പ്രാക്ടീസ് ആൻഡ് ക്ലാസ് റൂം ടീച്ചിങ്. അപ്പോൾ കുട്ടികൾ എന്താണോ ക്ലാസ് റൂമിൽ പഠിച്ചത് അതിനെ നമ്മൾ ക്ലിനിക്കലിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ദെൻ ഷുഡ് ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് നീഡ്സ്. അപ്പോൾ നമ്മൾ ഓരോ കുട്ടിയുടെയും എങ്ങനെയാണതനുസരിച്ച് അവരുടെ ഇൻഡിവിജ്വാലിറ്റീനെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളവരെ ടീച്ച് ചെയ്യാൻ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ദ പ്രിൻസിപ്പിൾസ് ആർ ക്ലിയർ. എന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവ്യൂ ചെയ്യുക. ദെൻ വി ക്യാൻ സീ ദ ടൈപ്സ്. പ്ലാൻഡ് ടീച്ചിങ് ഉണ്ട്, ഇൻസിഡൻ്റൽ ടീച്ചിങ് ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്കറിയാം. പ്ലാൻഡ് ടീച്ചിങ് എപ്പോഴും പ്രിപ്പയർഡാണ്, അത് ഓർഗനൈസ്ഡ് ആണ്. ഇൻസിഡൻ്റൽ എന്ന് പറഞ്ഞാൽ ഓൺ ദ ടൈം ഓഫ് ദ ഒക്കറൻസ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്ന് കാണുവാണ് ഒരു പേഷ്യൻ്റ് ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് ഇട്ട് കിടക്കുകയാണ് ഒരു രാവിലെ. ആ സമയത്ത് ഇൻ്റർകോസ്റ്റൽ ഡ്രെയിനേജ്, അതെങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്ന് പെട്ടെന്ന് നമ്മളൊരു സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റിന് കാണിച്ചു കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതാണ് ഒരു ഇൻസിഡൻ്റൽ ടീച്ചിങ് എക്സാമ്പിൾ. ദെൻ വി ക്യാൻ സീ ദ സ്റ്റെപ്സ്. ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. എനി ഇൻസിഡൻ്റൽ ഓർ പ്ലാൻഡ് ടീച്ചിങ്ങിന് എസ്പെഷ്യലി നമുക്കൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ടു അച്ചീവ് ദാറ്റ് ഒബ്ജക്റ്റീവ്, അതായിരിക്കും നമ്മളുടെ മെയിൻ എയിം. ദെൻ ഡിറ്റർമൈനിങ് ദ സ്റ്റുഡൻസ് നോളജ്. സ്റ്റുഡൻസിൻ്റെ നോളജ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇറ്റ് ഷുഡ് ഗോ ഫ്രം നോൺ ടു അൺനോൺ. അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് എത്രയാണ് അതനുസരിച്ച് വേണം നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ പ്ലാനിങ് ദ കണ്ടൻറ്റ് ഓഫ് ദ വാർഡ് ടീച്ചിങ്. നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ലെസൺ പ്ലാൻ ഉണ്ടാക്കിയിരിക്കണം. ദാറ്റ്സ് ബെറ്റർ ഫോർ ദ
വാർഡ് ടീച്ചിങ്. ദെൻ ഓർഗനൈസിങ് ദ പ്രോഗ്രാം. എൻ്റയർ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, സെറ്റിങ്, എവിടെ വെച്ചെടുക്കണം, ഏത് മോഡാണ് എടുക്കുന്നത്, എത്ര സമയം വേണം, എത്ര കുട്ടികളുണ്ടാവും, അത് ലിസൺ ചെയ്യാനായിട്ട്, അതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെ എടുക്കും, ഇതെല്ലാം ഓർഗനൈസ് ചെയ്യണം. ദെൻ പ്ലാൻ ഫോർ ഈച്ച് ക്ലാസ് ഈസ് മെയ്ഡ് ആൻഡ് കണ്ടക്റ്റഡ്. ഓരോ ക്ലാസ്സിനും നമ്മൾ മുൻകൂട്ടി തന്നെ അത് പ്ലാൻ ചെയ്യണം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ദ സ്റ്റെപ്സ്. ദെൻ കംസ് ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് വാർഡ് ടീച്ചിങ് മോർ ഇൻട്രസ്റ്റിംഗ്. നമുക്ക് എങ്ങനെ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാം. സ്റ്റുഡൻറ്റ് ഷുഡ് ബി സ്റ്റിമുലേറ്റഡ് ടു തിങ്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റുഡൻസിന് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കണം, അവർക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ദെൻ കണ്ടൻറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ലോജിക്കലി ഓർഗനൈസ്ഡ്. ഒരു ഹഫസാഡ് മാനറിലാവരുത്, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ അതിനെ ഓർഗനൈസ് ചെയ്തിരിക്കണം. ദെൻ ഹെഡ് നഴ്സ് ഷുഡ് ഷോ ദ ഇൻട്രസ്റ്റ് ഇൻ ദ ടോപ്പിക്. നമ്മൾ എത്ര എന്തൂസിയാസ്റ്റിക് ആണോ ആസ് എ ഹെഡ് നഴ്സ് ഓർ ആസ് എ ക്ലിനിക്കൽ ടീച്ചർ, എന്നാൽ മാത്രമേ കുട്ടികൾ അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കത്തുള്ളൂ. ദെൻ ദ കണ്ടൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഏരിയ ദാറ്റ് ദേ നീഡ് ടു നോ. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് അവരുടെ നോൺ ടു അൺനോൺ ഏരിയയിലോട്ടായിരിക്കണം പോണേ. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ എന്തൊക്കെയാണ് അവരുടെ കരിക്കുലത്തിലുള്ള, സെക്കൻഡ് ഇയറിൻ്റെ, തേർഡ് ഇയറിൻ്റെ, ഫോർത്ത് ഇയറിൻ്റെ, അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ വാർഡ് ടീച്ചിങ് അറേഞ്ച് ചെയ്യേണ്ടത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ദെൻ കംസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഗുഡ് ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഷുഡ് ഹാവ് എ ഗുഡ് പേഴ്സണാലിറ്റി ആൻഡ് എന്തൂസിയാസ്റ്റിക് ഇൻട്രസ്റ്റ് ഇൻ ഹെർ സ്റ്റുഡൻസ്. ഒരു നല്ലൊരു ടീച്ചർ എപ്പോഴും നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഷീ ഷുഡ് ഹാവ് എൻ എന്തൂസിയാസ്റ്റിക്, ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞല്ലോ, നല്ലൊരു കുട്ടികളോട് നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള ടീച്ചറായിരിക്കണം. ദെൻ ഷുഡ് ഹാവ് നോളജ് ഓഫ് ദ സബ്ജക്റ്റ് ആൻഡ് ടെക്നിക്കലി കോമ്പിറ്റൻറ്റ്. അവരുടെ ഫീൽഡിൽ അവർ കോമ്പിറ്റൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ തിയററ്റിക്കലിയും പ്രാക്ടിക്കലി നോളജബിൾ ആയിരിക്കണം ദാറ്റ് ടീച്ചർ. ഇറ്റ് ഷുഡ് ബി സ്കിൽഫുൾ ഇൻ ഹെർ ഇൻസ്ട്രക്ഷൻ. നല്ല ചെയ്യാനോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനൊക്കെ അതിനുള്ള സ്കില്ല് ടെക്നോളജിക്കലി ടെക്നിക്കലി ഷീ ഷുഡ് ഹാവ് ഇറ്റ്. ദെൻ ഷുഡ് അഡോപ്റ്റ് ദ ടീച്ചിങ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. എപ്പോഴും സ്റ്റുഡൻസിൻ്റെ ഫർദർ ഗ്രോത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ ടീച്ചിങ് എടുക്കേണ്ടത്. ദെൻ എൻകറേജ് ദ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ. സോ നമ്മളെപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴും സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കും. സോ ദീസ് ഓൾ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ വാട്ട് ആർ ദ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഫോർ എ ഗുഡ് വാർഡ് ടീച്ചിങ്. അപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നതെല്ലാം. ഇത് എപ്പോഴും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. പ്ലാൻഡ് പ്രോഗ്രാം ആയിരിക്കണം, ഗുഡ് വാർഡ് ടീച്ചർ ആയിരിക്കണം, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ, ദെൻ സാറ്റിസ്ഫാക്ടറി പ്ലേസ് ആയിരിക്കണം. ഒരു വാർഡിൻ്റെ കോറിഡോറിലൊന്നും അല്ല, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. വിഷ്വൽ മെറ്റീരിയൽസ് എപ്പോഴും ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഇഫക്റ്റീവായിരിക്കും. ഗുഡ് ലൈബ്രറി ഫോർ റെഫറൻസ്. അപ്പോൾ കണ്ടൻറ്റ് ആവശ്യത്തിന് റെഫറൻസിൽ അത് നമുക്ക് ജേണൽ റെഫറൻസ് വേണം, ബുക്ക് റെഫറൻസ് വേണം, അതിൻ്റെ എക്സ്പീരിയൻസും വേണം. ഓക്കെ, സോ ദീസ് ഓൾ ആർ ദ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല, നിങ്ങളുടെ സമയം കളയണ്ടല്ലോ എന്നോർത്ത് നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുക. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് ഏറ്റവും ആകാംക്ഷയോടെ ഇരിക്കുന്നതാണ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് വാർഡ് ടീച്ചിങ് ഓർ ക്ലിനിക്കൽ ടീച്ചിങ്. ഓക്കെ, ഇവിടെ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡേ പറയുന്നുള്ളൂ. ബെഡ്സൈഡ് ക്ലിനിക്, നഴ്സിംഗ് കെയർ കോൺഫറൻസ്, ടീച്ചിങ് റൗണ്ട്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് നഴ്സിംഗ് കെയർ സ്റ്റഡി. ഓക്കെ, I think it's clear. Bedside clinic, nursing care conference, teaching rounds, demonstration and nursing care study. പിന്നെയുണ്ട് ഇത്രയാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് മെയിനായിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് മാത്രം നോക്കാം. വാട്ട് ഈസ് ബെഡ്സൈഡ് ക്ലിനിക്? ബെഡ്സൈഡ് ക്ലിനിക്കിനെ കുറിച്ച് ഞാനൊരു ബ്രീഫായിട്ട് പറയാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ക്ലിനിക്കൽ ടീച്ചിങ് വെയർ ദ പ്രസൻസ് ഓഫ് പേഷ്യൻ്റ് ഈസ് റിക്വയർഡ്. either the group visit bedside or the patient is brought to the conference room. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെഡ്സൈഡ് ക്ലിനിക്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്ക് പേഷ്യൻ്റ് വേണമെന്നുള്ളതാണ്. ഇത് ഒന്നുകിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ വെച്ചായിരിക്കും, അപ്പോൾ കുറച്ച് സ്റ്റാഫും കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ നമ്മളുടെ കോൺഫറൻസ് ഹാളിൽ കൊണ്ടുവന്നിട്ട് പേഷ്യൻസിൻ്റെ പ്രസൻസിലാണ് നമ്മളെപ്പോഴും ബെഡ്സൈഡ് ക്ലിനിക്ക് ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ദെൻ വാട്ട് ആർ ദ പർപ്പസസ് ഓഫ് ബെഡ്സൈഡ് ക്ലിനിക്?
ടു ഡിസ്കസ് ദ നഴ്സിംഗ് പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ ഡിസീസ്. നമുക്ക് വളരെ കൃത്യമായിട്ട് ആ ഒരു പർട്ടിക്കുലർ അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഡിസീസിനെ കുറിച്ച് പേഷ്യൻറ്റിന് തന്നെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പേഷ്യൻറ്റിൽ തന്നെ നമുക്ക് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം. അപ്പോൾ ഒരു CRF പേഷ്യൻ്റ് ആണെങ്കിൽ, ക്രോണിക് റീനൽ ഫെയിലിയർ പേഷ്യൻറ്റിനെ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ പേഷ്യൻറ്റിൻ്റെ ഒരു ഫീച്ചേഴ്സായിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ദെൻ to give a clear picture of the nursing care associated with a specific individual and individual variations to therapy are discussed. അപ്പോൾ ഓരോ പേഷ്യൻറ്റിനും ഒരേ കണ്ടീഷൻസ് ആണെങ്കിലും അവർ യുണീക്ക് ഇൻഡിവിജ്വലാണ്, നമുക്കറിയാം. അപ്പോൾ ആ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് നമ്മൾ എന്ത് കെയറാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് പേഷ്യൻറ്റിനെ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുട്ടികൾക്ക് ഒരു ഭയങ്കര നല്ലൊരു ലേണിംഗ് ആയിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ദെൻ പോയിൻറ്റ്സ് ടു റിമെമ്പർ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: സെലക്ട് ദ പേഷ്യൻറ്റ് വിത്ത് ടിപ്പിക്കൽ കണ്ടീഷൻ. എപ്പോഴും നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉള്ള പേഷ്യൻറ്റിനെ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. ദെൻ സ്മോൾ ഗ്രൂപ്പ് ഗ്യാതേർഡ് അറൗണ്ട് ദ ബെഡ് ഈസ് ഇൻ എ ഇൻഫോർമൽ മാനർ. പേഷ്യൻസിനെ ഒത്തിരി ഇങ്ങനെ എന്താ പറയുക, പേഷ്യൻസിന് ഒത്തിരി ടെൻഷനാക്കാതെ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് നിൽക്കണം. അപ്പം നമ്പർ നമ്മൾ കുറവായിരിക്കണം, മേ ബി 5 to 6, അതിൽ കൂടുതലൊന്നും വരരുത്. ഒരു ഇൻഫോർമൽ മാനറിൽ നിൽക്കണം. പേഷ്യൻസിനോട് നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിരിക്കണം ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ദെൻ യൂഷ്വലി ലാസ്റ്റ് 30 minutes. ദെൻ അവെയർ അബൌട്ട് ദ ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ഓഫ് കെയർ. അപ്പോൾ നമ്മൾ ഹെഡ് നേഴ്സോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറോ അത് എടുത്ത് കൊടുക്കുമ്പം ഷീ ഷുഡ് ഹാവ് എ തറോ നോളജ് അബൌട്ട് ദാറ്റ്. എന്നാൽ മാത്രം അത് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദെൻ ഇൻസ്ട്രക്ട് ദ ഗ്രൂപ്പ് അബൌട്ട് നെസസറി ഒബ്സർവേഷൻ. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളവിടെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഇവരെ കൊണ്ടുപോകാനായിട്ട്. പേഷ്യൻസിൻ്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പ്രൈവസി, അവരുടെ കോപ്പറേഷൻ, ഒരു അൺഎംബറാസ്ഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽ സീ ദ പ്രിപ്പറേഷൻ. ഫസ്റ്റ് പേഷ്യൻ്റ് സെലക്ഷൻ ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ദ സ്റ്റുഡൻസ് നോളജ്. അപ്പോൾ ഓരോ കുട്ടികൾ, പ്രത്യേകിച്ച് മെഡിക്കലാണോ, സർജിക്കലാണോ, ഒബ്സ്ട്രറ്റിക് ആണോ, പീഡിയാട്രിക്സ് ആണോ, സൈക്യാട്രിക് ആണോ, ഏതാണോ ആ ബേസിൽ നമ്മൾ പേഷ്യൻസിൻ്റെ സെലക്ട് ചെയ്യണം. ദെൻ കൺസെൻറ്റ് ഷുഡ് ബി ഒബ്റ്റെയിൻ ഫ്രം ദ പേഷ്യൻറ്റ്. ഞാൻ പറഞ്ഞു ഓൾറെഡി, പേഷ്യൻ്റെ കൺസെൻറ്റ് വേണം. പ്രിപ്പയർ ദ എൻവയോൺമെൻറ്റ്. ഒത്തിരി ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ആ പേഷ്യൻറ്റിന് പ്രൈവസി കൊടുക്കണം. അതുപോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളതായിരിക്കണം. ദെൻ പ്രോപ്പർ ടൈം ഷുഡ് ബി സെലക്റ്റഡ്. എപ്പോഴും റൗണ്ട്സൊക്കെ കഴിഞ്ഞ് പേഷ്യൻ്റ് ഒരു പീസ്ഫുള്ളായിട്ടുള്ള വിസിറ്റിംഗ് ടൈം ഒന്നും അല്ലാത്ത സമയത്തായിരിക്കണം. ഹെഡ് നഴ്സ് ഷുഡ് ഹാവ് എ തറോ നോളജ് അബൌട്ട് ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം ആരാണോ കണ്ടക്ട് ചെയ്യുന്ന ഹെഡ് നഴ്സ് ഓർ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ. അപ്പോൾ പ്രിപ്പറേഷൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കാം സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. സ്റ്റുഡൻസ് ആർ ഗ്യാതേർഡ് അറൗണ്ട് ദ പേഷ്യൻറ്റ്. നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് കുട്ടികളെ നിർത്തുന്നു. ദെൻ നെസസറി ഒബ്സർവേഷൻസ് ഓഫ് ദ പേഷ്യൻസ് ആർ ഇൻസ്ട്രക്റ്റഡ് ടു ദ സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻസിനോട് പറയുകയാണ്, നിങ്ങളിത് നോക്കണം. ഇപ്പോൾ ഒരു പ്ലൂറൽ ടാപ്പിങ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജ്, ഇൻ്റർകോസ്റ്റൽ ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ അപ്പോൾ പിള്ളേരോട് പറയണം, ഈ ഡ്രെയിൻ നിങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഓസിലേഷൻ ശ്രദ്ധിക്കണം, അതിനകത്തുനിന്ന് എന്താണ് കളർ, എന്താണ് എമൗണ്ട്, എന്താണ്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കാൻ പറയണം. നെസസറി ഒബ്സർവേഷൻസ് ഓഫ് ദ പേഷ്യൻ്റ് ആർ ഇൻസ്ട്രക്റ്റഡ് ടു ദ സ്റ്റുഡൻസ്. ടെൽ അബൌട്ട് ദ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് മെൻ്റൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ്. അപ്പോൾ പേഷ്യൻറ്റിന് ഏത് ഡിസീസ് കണ്ടീഷനാണോ അതനുസരിച്ച് പേഷ്യൻറ്റിൻ്റെ പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, അതിൻ്റെ പേഷ്യൻറ്റിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സ് എന്താണ്, കറണ്ട് സ്റ്റാറ്റസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ ദ നേഴ്സിംഗ് പ്രോബ്ലംസ് ഓഫ് ദ പേഷ്യൻസ് ആർ പ്രസൻറ്റഡ് ടു ദ സ്റ്റുഡൻസ്. അറ്റ് പ്രസൻറ്റ് എന്തൊക്കെയാണ്, പേഷ്യൻറ്റ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ, പേഷ്യൻറ്റിന് എഡിമയുണ്ടോ, പേഷ്യൻറ്റിൻ്റെ ബാക്കി ഫീവർ, ടെമ്പറേച്ചർ ഉണ്ടോ, ബാക്കി എനി പ്രോബ്ലം. സോ ദാറ്റ് വി ഹാവ് ടു സി അക്കോർഡിംഗ് ടു ദ എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. ദ മാനേജ്മെൻറ്റ് ഓഫ് സച്ച് നഴ്സിംഗ് പ്രോബ്ലം ഈസ് പ്രസൻറ്റഡ്. നമ്മൾ പ്രത്യേകമായിട്ടത് പ്രസൻറ്റ് ചെയ്തിരിക്കണം. പിന്നെ ദ പേഷ്യൻ്റ് പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ആർ സമ്മറൈസ് ചെയ്യണം. അവസാനം ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കുട്ടികളെ പേഷ്യൻസിനെ പേഷ്യൻറ്റിൻ്റെ മേലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിച്ചു കൊടുക്കുന്നു. അതിൻ്റെ മാനേജ്മെൻറ്റ് മെഷേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് സമ്മറൈസ് ചെയ്യുന്നു. കോൾ ഫോർ ഡിസ്കഷൻ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് മാറിയിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കിയിട്ട് പേഷ്യൻറ്റിനോട് എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾ പേഷ്യൻ്റ് നോൺ ത്രെട്ടൺ ആയിരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്കഷൻ നമ്മുടെ കോൺഫറൻസ് റൂമിലോട്ട് മാറിയിട്ട് ചെയ്യാം. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്നാന്ന് നോക്കാം. ബെഡ് സൈഡ് ക്ലിനിക്സിന് നമുക്കറിയാം
ഇത് ലൈവായിട്ട് കാണുന്നതുകൊണ്ട് ഇറ്റ് അറൗസ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റുഡൻസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ദെൻ ദ എൻ്റയർ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വിൽ ലേൺ അബൌട്ട് ഡിസീസ് പ്രോസസ് ആൻഡ് റെസ്പോൺസസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഗ്രൂപ്പിന് പെട്ടെന്ന് അത് ആ ഡിസീസ് പ്രോസസ്സിനെ കുറിച്ച് അവർ തിയറിയിൽ എന്താണോ പഠിച്ചത് അവർ പ്രാക്ടിക്കലി കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ദെൻ എൻകറേജ് ഡിസ്കഷൻ എമംഗ് ദ സ്റ്റുഡൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർക്കൊരു ടെൻഷനാണല്ലോ എങ്ങനെ ഫേസ് ചെയ്യുന്നതെന്നുള്ളത്. ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി. ഗിവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ്. ഓരോ കുട്ടികളും എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളത് ഹെഡ് നഴ്സിനോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറിനോ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഈ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. പേഷ്യൻ്റ് മേ ഫീൽ അൺകംഫർട്ടബിൾ ആൻഡ് ഇൻസെക്യൂർ. എല്ലാ പേഷ്യൻറ്റും നമ്മളോട് കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. ചിലപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് പോയി നിന്ന് അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ പേഷ്യൻ്റ് മേ ഓവർ ഹിയർ ദ ഡിസ്കഷൻ അവർ കേട്ട് കഴിയുമ്പോൾ അവർക്ക് ഒരു എംബറാസ്മെൻ്റ് ഉണ്ടാവും. പക്ഷേ ഇതെന്താണാവോ അതിനെക്കുറിച്ച് പറയുന്നത്, എൻ്റെ കണ്ടീഷൻ സീരിയസ് ആയിരിക്കുമോ, ക്രിട്ടിക്കലാണോ, ഇങ്ങനെയൊക്കെ അവർക്കൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ബെറ്റർ ഗോ ബാക്ക് ആൻഡ് ദെൻ ഡിസ്കസ് സംവെയർ എൽസ്. പ്രോപ്പർ ഓർഗനൈസ്ഡ് എക്സ്പ്ലനേഷൻ നീഡഡ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. സോ ദാറ്റ്സ് ഓൾ റിഗാർഡിങ് ദ ബെഡ്സൈഡ് ക്ലിനിക്. അപ്പോൾ എന്താണെന്ന് നിങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യുക. ബെഡ്സൈഡിലാണ് ചെയ്യുന്നത്, പേഷ്യൻസിൻ്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്, അത് ലൈവ് എക്സ്പീരിയൻസ് ആണ്. എത്ര സമയം, എങ്ങനെ, കുട്ടികളുടെ എണ്ണം നമ്മൾ കുറയ്ക്കണം. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം നോക്കാം. നഴ്സിംഗ് റൗണ്ട്സ്. എപ്പോഴും ചെയ്യുന്നത് എന്താണ് നേഴ്സിംഗ് റൗണ്ട്സ്? അത് നമുക്കറിയാം. നഴ്സിംഗ് റൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ conducted by the teacher or the head nurse for the members of the staff or for the students for a clear understanding of the disease process and the effect of nursing care for each patient. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ കാണുന്നതാണെങ്കിൽ ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയി അതിനെക്കുറിച്ച് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് അവരത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ ഇത് ടീച്ച് ചെയ്യുക എന്നുള്ളതും നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ടീച്ച് ദ സ്റ്റുഡൻസ്. നമുക്ക് നോക്കാം പർപ്പസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ടു ഇൻട്രൊഡ്യൂസ് ദ പേഷ്യൻസ് ടു ദ നഴ്സിംഗ് പേഴ്സണൽ. അപ്പോൾ നമ്മൾ നഴ്സിംഗ് പേഴ്സണലിന് ഒരു ഹെഡ് നഴ്സിൻ്റെ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ അവിടെ നിൽക്കുന്നു. നമ്മൾ പേഷ്യൻറ്റിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പേഷ്യൻറ്റിനെ മേ ബി നമ്മൾ ഒരു 2 to 3 minutes ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യാമോളൂ. പേഷ്യൻറ്റിൻ്റെ അടുത്ത് കയറുന്നതിന് മുമ്പ് തന്നെ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ, വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് അവർ നഴ്സിംഗ് റൗണ്ട്സ് സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടേ നമ്മൾ അടുത്ത് പോകാമോളൂ. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ദ പേഷ്യൻറ്റ് ടു ദ നഴ്സിംഗ് പേഴ്സണൽ. ദെൻ ഒബ്സർവ് ദ കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യൻറ്റ് ആൻഡ് ഡിസ്കസ് ദ പ്രോബ്ലംസ് വിത്ത് എ വ്യൂ ടു പ്രിപ്പയർ എ പ്ലാൻ ഫോർ കെയർ. അപ്പം നമ്മൾ ഓരോ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള കണ്ടീഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ടു അസസ് വെദർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കെയർ വാസ് ഡൺ. അപ്പോൾ നമ്മൾ പേഷ്യൻസിൻ്റെ ക്ലിനിക്കൽ റെക്കോർഡും കൂടെ വെച്ചിട്ട്, കേസ് റെക്കോർഡും കൂടെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കണം. ആ കെയർ കൊടുക്കുന്ന വ്യക്തി, വി ഹാവ് ടു സ്റ്റാഫ് നഴ്സോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് നഴ്സോ ആരാണെങ്കിലും എന്തൊക്കെയാണ് കെയർ കൊടുത്തത്, എന്തൊക്കെയാണ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കണം. ദെൻ ടു ഇവാലുവേറ്റ് ദ റിസൾട്ട്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് നഴ്സിംഗ് കെയർ. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, പേഷ്യൻസിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഷീ ഹാസ് ടു ഇവാലുവേറ്റ്. ടു എൻഷുർ ദ സേഫ്റ്റി മെഷേഴ്സ് ഫോർ ദ പേഷ്യൻറ്റ്. എപ്പോഴും നമ്മൾ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എൻഷുർ ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്ലെൻലിനെസ് ഓഫ് ദ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഓരോ യൂണിറ്റിലോട്ടും കയറുമ്പോൾ നമ്മളിതെല്ലാം നോക്കണം. പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആണോ, പേഷ്യൻസിന് കെയർ എല്ലാം കൊടുത്തിട്ടുണ്ടോ, യൂണിറ്റ് ക്ലീൻ ആണോ, എന്തെങ്കിലും എക്സ്ട്രാ അൺനെസസറി ഐറ്റംസ് ആർ ദെയർ ഉണ്ടോ, കംഫർട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കുക. To orient the nurse in handing over or taking over regarding the patient's treatment, care given etc. അപ്പോൾ ഈ ഹാൻഡിങ് ഓവറിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ടേക്കിംഗ് ഓവർ, ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിലോട്ട് മാറുന്ന സമയത്താണ് നമ്മൾ ഹാൻഡിങ് ഓവർ കൊടുക്കുന്ന ആളത്. പ്രീവിയസ് ഷിഫ്റ്റിലെ ആൾ കൊടുക്കുന്നതിനാണ് ഹാൻഡിങ് ഓവർ പേഷ്യൻസിൻ്റെ. അടുത്ത ഷിഫ്റ്റിലെ ആളാണത് ടേക്ക് ഓവർ ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ദെൻ ടു ടീച്ച് ദ നഴ്സിംഗ് സ്റ്റുഡൻസ്. പിന്നെ നമ്മളിത് ചെയ്യുന്നത് എപ്പോഴും സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യാനാണ്. നമുക്കറിയാം അത് വളരെ ആവശ്യമാണ്. വി ഹാവ് ടു പ്രിപ്പയർ ദം ടു പ്രിസ്ക്രൈബ് എനി മോഡിഫിക്കേഷൻ ഇൻ ദ നഴ്സിംഗ് ആക്ഷൻ. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എടുത്തേക്കുന്ന കെയർ പ്ലാൻ ആണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരണമെങ്കിൽ വി ക്യാൻ ഗോ ആൻഡ് ഡിസ്കസ്. ദെൻ ടു അണ്ടർസ്റ്റാൻഡ് ദ റിയാക്ഷൻ ഓഫ് ദ പേഷ്യൻസ്. പേഷ്യൻറ്റിൻ്റെ ആ റിയാക്ഷൻ മനസ്സിലാക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കും. ദെൻ പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗിവ് ആൻ ഇൻസിഡൻ്റൽ ടീച്ചിങ് ഇൻ ദ പേഷ്യൻസ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ആ പേഷ്യൻസിൻ്റെ അടുത്ത് ചെല്ലുമ്പം
ഈ പർട്ടിക്കുലർ പേഷ്യൻറ്റിനുള്ള സിംറ്റംസ് എന്താണ്, ആ പേഷ്യൻ്റ് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് പേസ് മേക്കർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫങ്ഷനിങ് അതെങ്ങനെയാണ് പേഷ്യൻസിൻ്റെ അസസ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇൻസിഡൻറ്റ് ടീച്ചിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കൊളോസ്റ്റമി ബാഗ് ഉണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ സ്റ്റുഡൻസിനോടൊക്കെ പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർജിക്കൽ ഏരിയയിൽ. ദെൻ വാട്ട് ആർ ദ വേസ് ഓഫ് കണ്ടക്ടിങ് റൗണ്ട്സ്, നമ്മൾ എങ്ങനെയാണ് കണ്ടക്ടിങ് ചെയ്യേണ്ടത് നേഴ്സിംഗ് റൗണ്ട്സ്. ഹെഡ് നഴ്സോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ വിത്ത് ഗ്രൂപ്പ് ഓഫ് നഴ്സസ് ഓർ സ്റ്റുഡൻസ് ഗോ ടു ദ പേഷ്യൻസ് റൂം. അപ്പോൾ പേഷ്യൻസിൻ്റെ റൂമിൽ പോകുന്നു, അതിന് മുമ്പ് തന്നെ ഔട്ട്സൈഡ് ഓഫ് ദ റൂം ദേ ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദേ ഗോ ഇൻ ടു സീ ദ പേഷ്യൻസ്. ആദ്യമേ നമ്മൾ പുറത്ത് നിന്ന് പേഷ്യൻസിൻ്റെ ഒരു ബ്രീഫ് ഔട്ട്ലൈൻ പേഷ്യൻസിനെ കുറിച്ച് കൊടുക്കുന്നു. ഓക്കെ, അത് പറഞ്ഞിട്ടാണ് നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോകത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ പേഷ്യൻ്റെ മുമ്പിൽ നിന്ന് പേഷ്യൻ്റെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ദെൻ ദേ മൂവ് ഓൺ ടു ദ, അത് കഴിഞ്ഞ് അകത്ത് കയറി പേഷ്യൻറ്റിനെ കാണുന്നു, എന്താണ് പേഷ്യൻറ്റിനോട് ഫ്യൂ മൊമെൻറ്റ്സ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നു. നമ്മൾ വന്നിട്ട് പേഷ്യൻസിൻ്റെ ഒരു റാപ്പോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോരുന്നു. അത് കഴിഞ്ഞ് വി ആർ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പേഷ്യൻറ്റ്. അപ്പോൾ ദെൻ ഇൻക്ലൂഡ് ഓൺലി ദ ഔട്ട്സ്റ്റാൻഡിങ് പോയിൻറ്റ്സ്. എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനൊന്നും നമ്മുടെ ഒരു സമയം ഉണ്ടാവില്ല. ഐ ടോൾഡ് യു മേ ബി 3 to 4 minutes മാക്സിമം ചിലവഴിക്കാൻ പാടുള്ള ഒരു പേഷ്യൻസിന്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കയ്യിൽ അത്രയും സമയം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം നമ്മൾ കവർ ചെയ്യുക. ദെൻ അതൊരു റിപ്പോർട്ടിംഗ് സ്റ്റൈലിലായിരിക്കണം. റിഗാർഡിംഗ് ദ പേഷ്യൻസ് കണ്ടീഷൻ, നഴ്സിംഗ് കെയർ, മെഡിക്കൽ കെയർ ആൻഡ് പ്രോഗ്നോസിസ്. അപ്പോൾ അത് നമുക്കറിയാം. റിപ്പോർട്ടിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ പറയുകയാണ് ടുഡേ ദ പേഷ്യൻറ്റ്, ഇന്ന് ഈ പേഷ്യൻറ്റിന് രാവിലെ വന്നപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡ്രെയിൻ ഇത്ര ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ സ്റ്റേബിളായി എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുക. അപ്പോൾ നേഴ്സിംഗ് റൗണ്ട്സ് ക്ലിയർ ആയല്ലോ. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ടെസ്റ്റ് ദ സ്റ്റുഡൻസ് നോളജ് ആൻഡ് ഫെമിലിയർ വിത്ത് ദ എൻ്റയർ പേഷ്യൻസ് ഓൺ ദ വാർഡ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ പേഷ്യൻറ്റിനെ കുറിച്ചും സ്റ്റുഡൻസിന് അറിയാൻ പറ്റും വാർഡിൽ. പിന്നെ റിയൽ ലൈഫ് ലേണിംഗ് സിറ്റുവേഷനാണ്. കാരണം പേഷ്യൻ്റെ മുമ്പിൽ നമ്മൾ കൊണ്ട് കാണിക്കുകയാണല്ലോ സിറ്റുവേഷൻസ്. ദെൻ ഇവാലുവേഷൻ ഓഫ് നഴ്സിംഗ് ആക്ടിവിറ്റി. പേഷ്യൻറ്റിന് കെയർ കൊടുത്തത് അത് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം എന്ന് അറിയാൻ പറ്റും. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ നഴ്സ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ദ കെയർ ക്യാൻ ബി ഡൺ. അപ്പോൾ പേഷ്യൻറ്റിന് കെയർ കൊടുത്തതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. Then it helps to develop good rapport with the patient as well as their significant others. അപ്പോൾ നമ്മളിങ്ങനെ ബെഡ് സൈഡിൽ പോകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സിന് എപ്പോഴും നമ്മളോടൊരു ഇഷ്ടം തോന്നും. അവർ വന്നല്ലോ, ഞങ്ങളുടെ അടുത്ത് വന്നെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? ഒരു ഇമ്പോർട്ടൻറ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ പേഷ്യൻ്റ് ഈസ് ഹാംപേർഡ്. അപ്പോൾ പേഷ്യൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി, കാരണം നമ്മളെല്ലാവരും കൂടെ നിന്ന് ഡിസ്കസ് ചെയ്യാണല്ലോ, അപ്പോൾ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്, അത്രയേ ഉള്ളൂ. ദെൻ ഡിസ്ട്രാക്ഷൻ ലൈക്ക് നോയ്സ് ഡിസ്റ്റർബൻസസ് മേ ബി പ്രസൻറ്റ്. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ എപ്പോഴും ഉണ്ടാവില്ല. കാരണം നമ്മൾ വാർഡിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ കോറിഡോറിലൊക്കെ നടക്കുമ്പോൾ വേറെ പല നോയ്സും വിസിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള നോയ്സുകളൊക്കെ ഉണ്ടാവും. അൺപ്രിപ്പയർഡ് നഴ്സിംഗ് റൗണ്ട്സ് ആൻഡ് ലിറ്റിൽ ടീച്ചിങ് ലേണിംഗ് വാല്യൂ. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോയാൽ മാത്രമേ അതിൻ്റെ യൂസ് ഉള്ളൂ. ഓക്കെ, ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് റൗണ്ട്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രസൻറ്റേഷൻ സ്റ്റൈൽ. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ അതനുസരിച്ചിരിക്കും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഇഫക്റ്റീവ്നെസ്സും അതിൻ്റെ ഔട്ട്കമ്മും. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ക്ലിനിക്കൽ ടീച്ചിങ് അല്ലെങ്കിൽ വാർഡ് ടീച്ചിങ്. അത് നിങ്ങൾക്ക് എക്സാം പോയിൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേയോ ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് വരാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹെഡ് നഴ്സ് ഇൻ വാർഡ് ടീച്ചിങ് ആൻഡ് മേ ബി ദേ മേ ആസ്ക് ബെഡ്സൈഡ് ക്ലിനിക്ക് സെപ്പറേറ്റ് ചോദിക്കാം, നഴ്സിംഗ് റൗണ്ട്സ് ചോദിക്കാം, അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, എസ്സേയിൽ ചോദിക്കാറുണ്ട്, ക്ലിനിക്കൽ മീൻസ് ഷോർട്ട് നോട്ടായിട്ടും ചോദിക്കാറുണ്ട്. ഇതോടുകൂടി തന്നെ നിങ്ങൾ ഇത്രയും ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നുള്ള ടൈം ഒത്തിരി ആവുന്നുണ്ട്. നിങ്ങൾ കെയർ കോൺഫറൻസ് കൂടെ നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയുക. നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇനിയുള്ള ഇതിൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അത് കാണുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സ്റ്റുഡൻസ്, സീ യു. ബൈ.